എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതൊരു കുഞ്ഞു വീഡിയോ ആണ്. അപ്പോൾ ഇത് ക്രിസ്മസിൻ്റെ ഭാഗമായിട്ട് എടുക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഒരു ക്രിസ്മസ് സെലിബ്രേഷൻ കഴിഞ്ഞിട്ട് വരുന്ന വഴിയാണ്. അപ്പോൾ കേക്ക് വാങ്ങണം. കേക്ക് വാങ്ങിച്ചിട്ട് നേരെ വീട്ടിൽ പോകും. അപ്പോൾ ഞാനിവിടെ വീടെത്തിയിട്ടുണ്ട്. അപ്പോൾ വീട്ടിൽ അമ്മ ചിക്കൻ കറി ഉണ്ടാക്കിയാണ്. നമ്മുടെ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. ചിക്കൻ കറിയും അപ്പുറത്ത് ബീഫും ഉണ്ട്. അപ്പോൾ രണ്ടും കൂടെയാണ് നമ്മളിത് വെക്കുന്നത്. പിന്നെ ബിരിയാണി സെറ്റായിട്ടുണ്ട്, എല്ലാം ഉണ്ടാക്കി നല്ല അലങ്കരിച്ച് വെച്ചിട്ടുണ്ട് അമ്മ. അപ്പോൾ ചിക്കൻ കറി വേറൊരു പാത്രത്തിലോട്ട് നമ്മൾ മാറ്റി അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ ഫ്രൈ ആണ്. അപ്പോൾ കുറച്ച് ചിക്കൻ എടുത്ത് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതേപോലെ നമ്മൾ നേരത്തെ കണ്ട ബീഫാണ്. ബീഫ് ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. പിന്നെ കുറച്ച് പൈനാപ്പിളും ഉണ്ട് നമ്മൾ കഴിച്ച് കഴിഞ്ഞിട്ട് കഴിക്കാനായിട്ട്. അപ്പോൾ പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. എൻ്റെ ബിരിയാണി ഞാൻ ആവശ്യത്തിന് എടുക്കുന്നുണ്ട്. ഞാൻ കുറച്ചായിട്ടേ കഴിക്കാറുള്ളൂ. അധികം മൊത്തത്തിൽ വാരി പ്ലേറ്റിൽ വെക്കാറില്ല. അപ്പോൾ കുറച്ച് ബിരിയാണി എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമുക്ക് ചിക്കൻ കറിയാണ്. അപ്പോൾ ചിക്കൻ കറി ഞാൻ സൈഡിലായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ആവശ്യത്തിന് എടുത്തോളൂ. അപ്പോൾ അടുത്തൊരു കുഞ്ഞ് ലെഗ് പീസ്, ചിക്കൻ ഫ്രൈഡ് ലെഗ് പീസ് വെച്ചിട്ടുണ്ട്. പിന്നെ അടുത്തത് നമുക്ക് വേണ്ടത് പപ്പടമാണ്. അപ്പോൾ പപ്പടവും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ആയിരിക്കും നമ്മൾ സാലഡ് വെക്കുന്നത്. എൻ്റെ ഫേവറേറ്റ് സാലഡ് വെച്ചിട്ടുണ്ട്. സാലഡ് ഞാൻ ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് സാധാരണ കഴിക്കാറില്ല. അത് കഴിഞ്ഞിട്ട് ചോറിൻ്റെ കൂടെ മാത്രം, ചിക്കൻ്റെ കൂടെ മിക്സ് ചെയ്യത്തില്ല. പിന്നെ നാരങ്ങ അച്ചാറും വെച്ചിട്ടുണ്ട്. അപ്പം ആദ്യം ചിക്കനും നോൺ വെജ് കഴിക്കും. പിന്നെ വെജ് ഐറ്റംസ് സാലഡും അച്ചാറും മാത്രമായിട്ട് കുറച്ച് ഭാഗം കഴിക്കും. അതാണ് എൻ്റെ ഒരു രീതി. അപ്പോൾ ഇതാണ് എൻ്റെ ക്രിസ്മസിൻ്റെ ആ ഒരു എൻ്റെ ലഞ്ച്. അപ്പോൾ നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിരുന്ന ആ ഒരു പൈനാപ്പിളും കൂടെ എടുത്ത് ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് പൈനാപ്പിൾ കഴിക്കും. ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് മുട്ട വെക്കാൻ വിട്ടുപോയതാണ്. അതിനുശേഷം ഞാൻ മുട്ട വെച്ചു, അത് കഴിക്കുകയും ചെയ്തു. പക്ഷേ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയില്ല. അപ്പോൾ കഴിച്ചു കഴിഞ്ഞു. ഇനി വൈകുന്നേരമാണ് ഞാൻ കേക്ക് നമ്മൾ നേരത്തെ മേടിച്ച രാവിലെ വാങ്ങിച്ച കേക്കാണ്. അപ്പോൾ കേക്ക് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ബ്ലാക്ക് ഫോറസ്റ്റ് ആണ്. അപ്പോൾ അത് കട്ട് ചെയ്ത് അതുകൂടെ കഴിച്ചാൽ ഒരു ക്രിസ്മസ് ആഘോഷം കംപ്ലീറ്റ് ആകും. അപ്പോൾ ക്രിസ്മസ് വീഡിയോ ഇത്ര എനിക്ക് ഷൂട്ട് ചെയ്യാൻ സാധിച്ചുള്ളൂ. കാരണം അധികം അങ്ങനെ വേറെ പരിപാടീസൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ്. വീട്ടിലായിരുന്നു ക്രിസ്മസ് ആഘോഷിച്ചത്. ഇങ്ങനെ ഒരു ഫുഡ് ഐറ്റംസ് വെച്ച് തന്നെ ആഘോഷിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ.